മൈവ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. മധ്യപ്രദേശ് വലിയ പാഠമാണ് കോൺഗ്രസിന് നൽകുന്നുള്ളത്. മധ്യപ്രദേശ് വലിയ പാഠമാണ് കോൺഗ്രസ് നേതാക്കന്മാർക്ക് നൽകുന്നുള്ളത്. കമൽനാഥിൻ്റെ മുന്നേറ്റത്തിൽ മുട്ടുവിറച്ചിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും RSSും BJPയും. RSSന് എന്തുകൊണ്ട് എടുത്തു പറയുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJPയെ നിയന്ത്രിക്കുന്നത് RSS ആണെന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. പക്ഷേ RSSന്റെ കടന്നുവരലിനെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിനും സാധിച്ചിട്ടില്ല. കോൺഗ്രസിന് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, 2004 മുതൽ 2009 വരെ, അല്ലെങ്കിൽ 2009 മുതൽ 2014 വരെ കോൺഗ്രസ് RSSനോട് ഒരു മൃദു സമീപനം കാഴ്ചവെച്ചിരുന്നു. അതായത് RSSനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന ഒരു വീണ്ടു വിചാരത്തോടു കൂടി. പക്ഷേ അതേ RSS ആണ് 2014 നരേന്ദ്രമോദിയെ മുന്നിലോട്ട് കൊണ്ടുവരുന്നതും അതിലൂടെ കോൺഗ്രസിനെ ഇല്ലാതാക്കി തീർക്കുന്നതും. അത് വലിയ പാഠമാണ് കോൺഗ്രസിന് നൽകിയത്. RSSനെ നിസ്സാരമായി കണ്ടു. തീവ്ര ഹിന്ദുത്വ സമീപനത്തിലൂടെ മുന്നേറി പോകുന്ന RSSന് കോൺഗ്രസിലെ പല നേതാക്കന്മാരും കൂറുപുലർത്തി അവരോടൊപ്പം നിൽക്കുകയുമുണ്ടായി. അവരുടെ പരിപാടികളിലൊക്കെ രഹസ്യമായും പരസ്യമായും പല നേതാക്കന്മാർ പങ്കെടുക്കുകയും ചെയ്തു. അതിൻ്റെയൊക്കെ പ്രത്യാഘാതം 2014 കോൺഗ്രസിന് മനസ്സറിഞ്ഞ് ലഭിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ നോക്കൂ, മധ്യപ്രദേശിലെ കമൽനാഥിൻ്റെ നീക്കം, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ കടന്നുവരലിന് ശേഷമുള്ള നീക്കങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. മധ്യപ്രദേശിൽ കോൺഗ്രസ് അധികാരത്തിലേറിയതിന് ശേഷം ആദ്യം ചെയ്ത ചില കാര്യങ്ങൾ എടുത്തു പറയേണ്ടതുണ്ട്. RSSന്റെ മേഖലകളിൽ കയറി ഒരു മൃദു ഹിന്ദുത്വ സമീപനത്തിലൂടെ കോൺഗ്രസ് RSSന്റെ കോട്ടകളിൽ കൃത്യമായിട്ടുള്ള സ്വാധീനം ചെലുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ഒടുവിൽ പലയിടങ്ങളിലും RSSന് ശാഖ പൂട്ടി പോകേണ്ട ഒരവസ്ഥ വരെ വരാൻ ഇടയായി. ഇപ്പോൾ ഇതാ മധ്യപ്രദേശിൽ കമൽനാഥ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്, RSSന്റെ ശാഖകൾ ഓരോന്നോരോന്നായി പൂട്ടാനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങളെന്ന് കമൽനാഥ് പരസ്യമായി പ്രഖ്യാപിച്ചു. ഗോവധത്തിൽ ദേശീയ സുരക്ഷാ നിയമം കൊണ്ടുവരില്ല എന്നും കമൽനാഥ് പരസ്യമായി പ്രഖ്യാപിക്കുകയുണ്ടായി. അതായത് അത്തരത്തിലുള്ള RSS മുന്നോട്ട് വെക്കുന്ന നടപടികൾ, അജണ്ടകളൊന്നും മധ്യപ്രദേശിൽ വില പോകില്ല എന്ന് കമൽനാഥ് ഉറച്ച സ്വരത്തിൽ മുന്നോട്ട് പറയാൻ വേണ്ടി തുടങ്ങി. RSSന് പതനം സംഭവിച്ചു കഴിഞ്ഞാൽ, RSSന്റെ ഊർജം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് BJPക്കാണ്. കാരണം BJPയുടെ ഒരു അടിത്തറ എന്ന് പറയുന്നത് തന്നെ RSS ആണ്. അപ്പോൾ RSSനെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മധ്യപ്രദേശിൽ കമൽനാഥ് മുന്നോട്ട് വെക്കുമ്പോൾ, കമൽനാഥിന്റെ ഈ പ്രഖ്യാപനത്തെ, ഈ തീരുമാനത്തെ ഏറ്റുപിടിച്ചുകൊണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ, കോൺഗ്രസിന് ലഭിച്ച ഹിന്ദി ഹൃദയഭൂമിയിലെ സർക്കാരുകൾ കൃത്യമായിട്ടുള്ള നടപടികൾ കമൽനാഥിൽ നിന്നും പഠിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ RSSനെ എല്ലായിടത്തും പൂട്ടിക്കെട്ടാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ പൂട്ടിക്കെട്ടാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞാൽ ഇത് രാഷ്ട്രീയപരമായിട്ടും മറ്റുള്ള പല രീതിയിലും നേട്ടമുണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യും. കമൽനാഥ് പറയുന്നത് കേൾക്കുക. കമൽനാഥ് പറയുന്നത് RSSന്റെ പ്രവർത്തനങ്ങൾ മതപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്, വർഗീയപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ RSSന്റെ പ്രവർത്തനങ്ങളെ എല്ലാത്തിനും ഒരു വിലങ്ങ് കൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ ഒരുവിധം എല്ലാ പ്രശ്നങ്ങൾക്കും, വർഗീയതയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരുവിധം പരിഹാരം കാണാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് കമൽനാഥ് വ്യക്തമാക്കുന്നത്. ഈ നീക്കത്തിന് വലിയ കയ്യടിയാണ് നവമാധ്യമങ്ങൾ നൽകുന്നുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.